ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആഹാരം കഴിക്കാനിരിക്കുമ്പം നമ്മുടെ നിള പറയും, ഇത് അച്ഛന് ഒരുപാട് ഇഷ്ടമുള്ള ചമ്മന്തി അല്ലേ എന്ന് പറയുമ്പോൾ എല്ലാവരും അച്ഛൻ്റെ ഓർമ്മകളിലേക്ക് പോവുകയാണ് കേട്ടോ. പക്ഷേ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇന്നൊരാളും ആഹാരം കഴിക്കില്ല എന്ന് മനസ്സിലാക്കിയ കാവേരി പറയും, അതേലോ അച്ഛൻ ഇഷ്ടപ്പെട്ട ചമ്മന്തിയാ. അച്ഛൻ ഇഷ്ടപ്പെട്ട ചമ്മന്തി കൂട്ടി നമ്മളെല്ലാവരും ആഹാരം കഴിക്കുന്ന കാണുമ്പം അച്ഛനും ഒരുപാട് സന്തോഷമാകും. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ അച്ഛൻ ഇവിടെയൊക്കെ ഉണ്ടാകും. നമ്മളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ട അച്ഛൻ്റെ ആത്മാവിന് പോലും ശാന്തി ലഭിക്കില്ല എന്നും പറഞ്ഞ് നിർബന്ധിച്ച് എല്ലാവരെയും കൊണ്ടും ആഹാരം കഴിപ്പിക്കുകയാണ് കേട്ടോ. പെട്ടെന്നാണ് കാവേരിയുടെ ഫോണിലേക്ക് വിനീതിൻ്റെ കോള് വരുന്നത്. അല്ല, വിനീതേട്ടനാണല്ലോ, എന്തെങ്കിലും അത്യാവശ്യം കാണുമോ, ഇതെന്തേ രാത്രി വിളിക്കുന്നത് എന്നും പറഞ്ഞ് പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്യുക. ഹലോ വിനീതേട്ട എന്ന് ചോദിക്കുക. കാവേരി, നിങ്ങൾ കിടന്നായിരുന്നോ എന്ന് ഇപ്പം വിനീത് ചോദിക്കും. ഇല്ല വിനീതേട്ട, ഞങ്ങളെല്ലാവരും ആഹാരം കഴിക്കാനിരിക്കുമായിരുന്നു. അപ്പോഴാണ് വിനീതേട്ടൻ ഫോൺ വിളിച്ചത്. അതെയോ, നിള എവിടെ? നിള ഇവിടെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് ആഹാരം കഴിക്കാതെ, ഞാൻ അവളെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കുമായിരുന്നു എന്ന് കേൾക്കുന്ന വിനീത് പറയും, അതെയോ, എന്നാൽ ഫോൺ അവളുടെ കയ്യിലൊന്ന് കൊടുത്തേ എന്ന് പറയണേ. പെട്ടെന്ന് തന്നെ നമ്മുടെ കാവേരി നിളയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. ഇതാ വിനീതേട്ടനാ, നിന്നോട് സംസാരിക്കണമെന്ന് പറയേ. അപ്പോൾ ഹലോ വിനീതേട്ട എന്ന് നിള വെക്കുമ്പോൾ തന്നെ വിനീത് അരവിന്ദിൻ്റെ ശബ്ദത്തിലാണ് നമ്മുടെ നിളയോട് സംസാരിക്കുന്നത്. അച്ഛൻ്റെ കുട്ടിത്താറാവ് എന്താ ആഹാരം കഴിക്കാൻ മടി പിടിച്ചിരിക്കുവാണോ? എന്താ അച്ഛൻ്റെ കുട്ടിത്താറാവിന് സങ്കടം എന്ന് ചോദിക്കുകയാണേ. അപ്പം അരവിന്ദിൻ്റെ പോലെയുള്ള വിനീതിൻ്റെ സംസാരം കേൾക്കുമ്പം നമ്മുടെ നിളയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ്. അപ്പം സ്പീക്കറിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരും വിനീതിൻ്റെ ശബ്ദവും നിളയോടുള്ള പെരുമാറ്റവും ഒക്കെ കേൾക്കുവാണേ. ഗംഗയ്ക്കൊക്കെ മനസ്സ് നിറയുവാണ് കേട്ടോ. അച്ഛൻ്റെ കുട്ടിത്താറാവ് ആഹാരം കഴിച്ചാതിരുന്ന അച്ഛന് സങ്കടമാവില്ലേ? അച്ഛൻ സങ്കടപ്പെട്ട് കാണാനാണോ അച്ഛൻ്റെ കുട്ടി ആഗ്രഹിക്കുക എന്ന് ചോദിക്കുക. അപ്പം നിങ്ങൾ പറയും, അല്ല, ഞാൻ ആഹാരം കഴിച്ചോളാം എന്ന് പറയണം കേട്ടോ. എന്നാൽ മിടുക്കിയായിട്ട് പോയി ആഹാരമൊക്കെ കഴിച്ച് നന്നായിട്ട് കിടന്നുറങ്ങുക. എന്നിട്ട് മിടുക്ക് കുട്ടിയായിട്ട് അച്ഛൻ്റെ കുട്ടിത്താറാവ് നാളെ സ്കൂളിലും പോകണം കേട്ടോ എന്ന് വിനീത് പറയണേ. അത് കേൾക്കുമ്പോൾ നിളയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുക. തൻ്റെ അച്ഛൻ്റെ സാമീപ്യമൊക്കെ വിനീതിൽ നിന്ന് നമ്മുടെ നിളയ്ക്ക് കിട്ടുന്ന കാണുമ്പം എല്ലാവർക്കും സന്തോഷമാകുക. അപ്പം ഇത് കാണുന്ന രാധമ്മയുടെ ശാരദയുടെയും കണ്ണ് നിറയാണ് കേട്ടോ. രാധമ്മ പറയും, കണ്ടോ എത്ര നല്ല പയ്യനാന്ന് നോക്കിക്കേ, ഇങ്ങനെ ഒരു പയ്യനെ എവിടെയെങ്കിലും കാണാൻ കിട്ടുമോ? അവൻ്റെ മനസ്സ് നിറച്ച് സ്നേഹം മാത്രമാണ്. നമ്മുടെ കുടുംബം എങ്ങനെയെങ്കിലും കരകയറി കാണാൻ വേണ്ടി അവന് കിട്ടിക്കൊണ്ടിരുന്ന തൈലുകളാണ് ഇന്നുകൊണ്ട് ഗംഗയ്ക്ക് കൊടുത്തത്. അവനും അതിൻ്റെ നഷ്ടം അവനുണ്ടാവില്ലേ? അതൊന്നും ചിന്തിക്കാതെയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് രാധമ്മ പറയണം. സുജാതയുടെ പുണ്യമാ വിനീതിനെ പോലൊരു മോന് എന്ന് പറയാം. എന്ത് നല്ല സ്നേഹമാണ് അവനോട് നമ്മളെല്ലാവരും ദ്രോഹവേ ചെയ്തിട്ടുള്ളൂ. അതൊന്നും മനസ്സിൽ വെക്കാതെ നമുക്കൊരു ആവശ്യം വന്നപ്പം അവനല്ലേ മുന്നിൽ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ഗംഗയോട് രാധമ്മ പറയും, കണ്ടോടി, ഇത്രയും സ്നേഹമുള്ളൊരു പയ്യനെയാ നീ നിന്റെ അഹങ്കാരം കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. എന്നിട്ട് കൊമ്പത്തെ രാജകുമാരനെ തേടി പോയി. അവൻ കാശില്ലെന്ന് കണ്ടപ്പം ഇട്ടെറിഞ്ഞിട്ട് പോയില്ലേ? ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഈ ലോകം. പണത്തിനും പ്രതാപത്തിനും മാത്രമേ എല്ലായിടത്തും വിലയുള്ളൂ. പക്ഷേ വിനീതിനെ പോലെ ചിലരുണ്ടാകും, കാശും സമ്പാദ്യം ഒന്നും നോക്കാതെ ഉള്ളു തുറന്ന് സ്നേഹിക്കുന്ന, അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മൂല്യം തന്നെ സ്നേഹമായിട്ടുള്ള ചില മനുഷ്യരെ എന്നും പറഞ്ഞ് രാധമ്മ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാണ് കേട്ടോ. പരസ്പരം ആരും ഒന്നും മിണ്ടാതെ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷെ വിനീതിന്റെ സ്നേഹത്തിൽ ശാരദയ്ക്കും മനസ്സ് നിറയാണ്. കാവേരിക്കും എത്ര നല്ലവനാ വിനീതേട്ടൻ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പൊ ഗംഗയ്ക്കും വിനീതിന്റെ ഈ പെരുമാറ്റവും എല്ലാം കാണുമ്പം ഒരുപാട് നന്ദിയാണ് വിനീതിനോട് തോന്നുന്നത്. അപ്പൊ പിറ്റേ ദിവസം കാണുന്ന കാവേരി പറയും, എത്രയും പെട്ടെന്ന് ഞാനൊരു ജോലി തപ്പി കണ്ടുപിടിക്കണം. ഇപ്പം തന്നെ വിനീതേട്ടൻ നമ്മൾ എന്തുമാത്രം സഹായിച്ചു. ഇനിയും വിനീതേട്ടൻ്റെ കയ്യിൽ നിന്നും സഹായം കൈപ്പറ്റി കഴിഞ്ഞാൽ ദൈവം പോലും നമ്മളോട് ക്ഷമിക്കില്ല. ആ പാവ മനുഷ്യനും കഷ്ടപ്പെട്ട് തയ്ച്ചല്ലേ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്നത്. അതിനൊരു പങ്കാ ഇപ്പം നമ്മുടെ കഷ്ടപ്പാട് കണ്ട് നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇപ്പം തന്നെ ഗംഗേച്ചിക്ക് തയ്ക്കാൻ ആൾക്കാരെ പിടിച്ചു കൊടുക്കുന്നത് ഇപ്പം വിനീതേട്ടന് അച്ചമ്മ പറഞ്ഞ പോലെ നഷ്ടം ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കാരണം നമ്മളെ സഹായിച്ചതിൻ്റെ പേരിൽ ഒരിക്കലും വിനീതേട്ടന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. വേഗം ഒരു ജോലി കണ്ടുപിടിക്കണം. നാളെ തന്നെ ഒരു ജോലിക്ക് വേണ്ടി അറിയാവുന്ന എല്ലാവരോടും പറയണം എന്നൊക്കെ കാവേരി പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന ഗംഗയും ശരി എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ ഗംഗ വിനീതിനെ തപ്പി കടയിലേക്ക് ചെല്ലുക. അപ്പം ഗംഗയെ കാണുമ്പോൾ സലിമിക്കൊക്കെ ദേഷ്യം വരികയാണ് കേട്ടോ. അല്ല, ഗംഗ എന്താ ഇവിടേക്ക് എന്ന് സലിമിക്ക ചോദിക്കുക. അപ്പം സലിമിക്കയുടെ ആക്കിയുള്ള സംസാരമൊക്കെ കേൾക്കുമ്പം അത് തന്നെ കുത്തി സംസാരിക്കുന്നതാണെന്ന് ഗംഗയ്ക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും ഗംഗ ഒന്നും പറയില്ല. വിനീതേട്ടനെ കാണാനായിട്ടാണ് വന്നത്. അല്ല, വിനീതിനെ
കാണുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഗംഗയ്ക്ക് ഭയങ്കര നാണക്കേടായിരുന്നില്ലേ? എന്നിട്ട് ആ പാവപ്പെട്ടവൻ്റെ കടയിലേക്ക് പിന്നെ എന്തിനാ കയറി വന്നേ എന്ന് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ടാണ് നമ്മുടെ വിനീത് വരുന്നത്. സലിമിക്ക എന്തൊക്കെയാ ഈ പറയുന്നേ എന്ന് ചോദിക്കുക. ഞാനൊന്നും പറഞ്ഞില്ലേ, ഞാൻ ചില കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചതല്ലേ എന്ന് പറയാം. എന്താ ഗംഗെ, നീ എന്തിനാ കടയിലേക്ക് വന്നത്? കടയിൽ വന്നിരുന്ന് തയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്കുള്ള തയ്യലുകളൊക്കെ ഞാൻ അവിടേക്ക് എത്തിച്ചോളാം എന്ന് പറയാം. ഏയ്, അത് പറയാനല്ല വിനീതേട്ടൻ ഞാൻ വന്നത്. വിനീതേട്ടൻ ഇപ്പം തന്നെ ഒരുപാട് സഹായങ്ങൾ എനിക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വീടിനടുത്തുള്ള ആൾക്കാരൊക്കെ എനിക്ക് തയ്യൽ തരുന്നുമുണ്ട് എന്ന് പറയാണ്. വിനീതേട്ടന് കിട്ടുന്ന എല്ലാ തയ്യലുകളും അങ്ങോട്ട് പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് വിനീതേട്ടന് നഷ്ടങ്ങളല്ലേ ഉണ്ടാവുള്ളൂ എന്ന് ചോദിക്കാം. അതൊന്നും നീ ഇപ്പം കാര്യമാക്കണ്ട. എനിക്കിവിടെ ആണുങ്ങളുടെ ഡ്രസ്സ് തയ്ക്കാനായിട്ട് കിട്ടുന്നുണ്ടല്ലോ, അത് തന്നെ ധാരാളം എന്ന് പറയണേ. അതൊന്നും പറയാനല്ല വിനീതേട്ടൻ ഞാനിപ്പോൾ വന്നത്, മറ്റൊരു കാര്യത്തിനാണ്. എന്ത് കാര്യം? അത് വിനീതേട്ടന് പറ്റുവാണ് കാവേരിക്ക് പറ്റുന്ന ഒരു ജോലി സംഘടിപ്പിച്ച് കൊടുക്കാവോ എന്ന് ചോദിക്കുക. അതിപ്പം ജോലി വിനീതേട്ടന് കുറേ ഫ്രണ്ട്സൊക്കെ ഇല്ലേ, അവരോടൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. അവൾക്ക് പഠിപ്പൊക്കെ കഴിഞ്ഞതാണല്ലോ, അവളുടെ പഠിത്തത്തിന് പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലി, അത് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് സഹായമാകും എന്ന് പറയുക. അത് കേൾക്കുമ്പം ഗംഗയുടെ അഭ്യർത്ഥനയോടെയുള്ള സംസാരമൊക്കെ കേൾക്കുമ്പം നമ്മുടെ വിനീത് പറയും, സങ്കടപ്പെടേണ്ട കേട്ടോ, ഞാൻ എന്തായാലും ഒരു ജോലി സംഘടിപ്പിച്ച് കൊടുക്കാവോ എന്നൊന്ന് അന്വേഷിക്കട്ടെ. കാവേരിക്ക് അത്ര മോശപ്പെട്ട ജോലിയൊന്നും ചെയ്യിപ്പിക്കാനും പറ്റില്ലല്ലോ, അവൾ അത്രയും പഠിച്ച കുട്ടിയല്ലേ, അപ്പം അവളുടെ പഠിത്തത്തിനനുസരിച്ചുള്ള ജോലി വേണ്ടേ അവൾക്ക് നേടിക്കൊടുക്കാൻ എന്ന് വിനീത് പറയണം. അത് കേൾക്കുമ്പോഴത്തേക്കും ഗംഗ പറയും, ചെറുതാണേലും കുഴപ്പമില്ല, അതിൽ നിന്നുകൊണ്ട് പിന്നെ നല്ല ജോലിയിലേക്ക് മാറാലോ എന്ന് പറയാം. ഗംഗ അതോർത്ത് സങ്കടപ്പെടണ്ട, ഇക്കാര്യം പറയാനായിട്ടാണോ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കും. അപ്പം പറയും അതെ എന്ന് പറയണം. പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്നെ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോലും കാവേരിക്ക് ഒരു ജോലി കൊടുക്കുന്ന കാര്യം ഞാൻ ഏക്കില്ലേ എന്ന് പറയണേ. എന്നിട്ട് ഗംഗ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സലിമിക്ക പറയും, കണ്ടോടാ, ഒരാവശ്യം വന്നപ്പോൾ അവൾമാരെല്ലാം നിന്റെ അടുത്തേക്കാണ് ഓടി വരുന്നത്. ഇപ്പം തന്നെ നിന്നെയും നിന്റെ കടയും പുച്ഛിച്ച് നടന്ന ഗംഗ ഇപ്പം കണ്ടോ ഒരു സഹായം അഭ്യർത്ഥിച്ച് നിന്റെ അടുത്ത് തന്നെ വന്നത് എന്ന് സലിമിക്ക പറയാം. എന്തിനാ സലിമിക്ക ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവർക്ക് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നടന്നത്? അല്ലെങ്കിൽ തന്നെ ഗംഗയുടെ ഭാഗത്ത് എന്ത് തെറ്റാ പറ്റിയത്? അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടു, അതിലെന്താ തെറ്റുള്ളത്? അവളെ സ്നേഹിച്ചത് ഞാൻ മാത്രമല്ലേ, തിരിച്ച് അവൾക്ക് എന്നോട് സ്നേഹം വേണമെന്ന് എനിക്ക് വാശി പിടിക്കാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയാം. അപ്പോൾ സലിമിക്ക ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അവൾക്ക് ഈ നാടും ഒക്കെ വിട്ട് ഉയർന്ന നിലയിൽ ജീവിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു കല്യാണാലോചന വേണമെന്ന് ആവശ്യപ്പെട്ടത്. എനിക്കതിൽ ഒരു തെറ്റും കാണാൻ സാധിക്കുന്നില്ല സലിമിക്ക എന്ന് പറയാം. അല്ലെങ്കിലും നിനക്ക് ഇങ്ങനെയാണല്ലോ, എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ നിനക്ക് സാധിക്കുള്ളൂ. എടാ, ഇനിയും നീ ഒന്നും ആഗ്രഹിക്കരുത് കേട്ടോ. നീ വീണ്ടും ഗംഗയിലേക്ക് മനസ്സ് ചായച്ച് വിടുകയും ചെയ്യരുത്. അവൾ നിന്നെ ഇനിയും വേണ്ട എന്ന് വെച്ചാൽ നിനക്കത് താങ്ങാൻ സാധിക്കില്ല. ഏയ്, സലിമിക്ക എന്താ എന്നെപ്പറ്റി കരുതിയിരിക്കുന്നത്? ഗംഗയ്ക്ക് വീണ്ടും എന്നോട് സ്നേഹം തോന്നും എന്ന് കരുതിയാണ് അവർക്ക് ഈ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതെന്നാണോ? അങ്ങനെയല്ല, അമ്മാവൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് ആ കുടുംബം. അതുകൊണ്ട് അവരൊന്ന് നേരെ നിൽക്കുന്നത് വരെയും, അവരെന്നാണോ എൻ്റെ സഹായം വേണ്ട എന്ന് പറയുന്നത് വരെയും എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ആ കുടുംബത്തിന് ഞാൻ ചെയ്തു കൊടുക്കും. അതൊന്നും പ്രതീക്ഷിച്ചല്ല. ഗംഗയുടെ സ്നേഹമോ അവരുടെ ആരുടെ നന്ദി വാക്കുകളോ ഒന്നും ഞാൻ ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പിന്നിത് പറയാണ് കേട്ടോ. അപ്പോൾ സലിമിക്കയ്ക്ക് ഒരുപാട് മനസ്സ് നിറയാം ഇവൻ്റെ ഈ സ്നേഹം നിറഞ്ഞ സ്വഭാവം കാണുമ്പം. ഇതേ സമയം നമ്മുടെ നിവിൻ്റെ വീട്ടിൽ നിവിൻ ഇത്തിരി ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് രാജേശ്വരി തീരുമാനിക്കുകയാണ്. നിവിൻ്റെ അരവിന്ദൻ്റെ കുടുംബത്തോടുള്ള അടുപ്പവും വിനീതിൻ്റെയോടൊപ്പമുള്ള കറക്കമൊന്നും രാജേശ്വരിക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടമാകുന്നില്ല. എങ്കിലും നിവിനെ തീർത്തങ്ങോട്ട് ഇതിനെ വിലക്കാനും സാധിക്കുന്നില്ല. കാരണം തൻ്റെ മകൻ തന്നോട് ഒരു മുഷിച്ചിലുണ്ടാകുന്നത് ഒരിക്കലും രാജേശ്വരിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റിസോർട്ടിലെ എല്ലാ കാര്യങ്ങളും നിവിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് രാജേശ്വരി തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ നിവിനെ പിടിച്ച് റിസപ്ഷനിൽ ഒരു ഒഴിവുണ്ട്, അവിടെ ഇരുത്തുവാണ് കേട്ടോ. എന്തിനാമ്മ ഞാനിവിടെ ഇരിക്കുന്നേ എന്ന് നിവിൻ ചോദിക്കുക. ഇവിടെ ഇരുന്ന എല്ലാ കാര്യങ്ങളും ഇനി നീ വേണം നോക്കി നടത്താൻ എന്ന് പറയാ. ഞാനോ? ഇനി ഊര് തണ്ടിയുള്ള ഈ നടപ്പൊക്കെ അങ്ങ് നിർത്തിക്കോ. നീ പഠിത്തം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ചുമ്മാ നടക്കുമല്ലേ? അങ്ങനെ നടന്നാലേ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. വയസ്സ് എത്രയായെന്ന് നിന്റെ വിചാരം? കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽ ആവാനുള്ള പ്രായമായി നിനക്ക്. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇനി നീ വേണം നിയന്ത്രിക്കാൻ. എനിക്കും എല്ലാം മടുത്തു. എത്ര വർഷമായി ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം നോക്കി നടത്തുന്നു. ഇത്രയും വളർന്ന നീ ഇവിടെ ഉള്ളപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം ഭാരം വലിക്കേണ്ട ഒരു ആവശ്യവും ഇല്ലല്ലോ എന്ന് പറയാം. എന്നാലും അമ്മേ, കുറച്ചും കൂടി സമയം എനിക്ക് താ. ഇനി ഒരു സമയം തരലുമില്ല. അച്ഛനും ഇത് തന്നെയാണ് പറഞ്ഞത്. നിനക്ക് ഇച്ചിരി ഉത്തരവാദിത്വത്തിൻ്റെ കുറവുണ്ട്, നിന്നെ എന്തെങ്കിലും കാര്യമായിട്ട് ഏൽപ്പിക്കണമെന്ന്. ഈ റിസോർട്ട് നീ ഇനി നോക്കി നടത്തിക്കോ എന്ന് പറയുകയാണേ. അപ്പം ഇത് കാണുന്ന ആസിഫ് രാജേശ്വരിയോട് ചോദിക്കും, അല്ല മേഡം, അപ്പം പുതിയ സ്റ്റാഫിനെ ഇനി അപ്പോയിൻറ്റ് ചെയ്യണ്ടേ?
എന്തിന് ഇനി പുതിയ സ്റ്റാഫിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഇവനിവിടെ ഉണ്ടല്ലോ, ഇവൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കോളും. സ്വന്തം സ്ഥാപനമാകുമ്പോൾ അതനുസരിച്ച് കാര്യങ്ങളൊക്കെ നടത്താനുള്ള ഉത്തരവാദിത്വം അവനും കാണിക്കും ഇല്ലേടാ എന്ന് രാജേശ്വരി ചോദിക്കുക. അമ്മേ ഇച്ചിരി കൂടെ സമയം താമേ, ഇപ്പോഴേ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ എടുത്ത് എൻ്റെ തലയിൽ ഇങ്ങനെ വെക്കാതെ ഞാൻ അമ്മയെ സഹായിച്ചോളാം എന്ന് കരുതി സ്ഥിരം ഇങ്ങനെ ഇരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയാം. അതെന്ത് വർത്തമാനമാ? ഇനി നീ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനായിട്ട്. അതുകൊണ്ട് ഇതേ ഒരു റിസപ്ഷനിസ്റ്റിനെ വേണമെന്ന് ഞങ്ങൾ വെച്ചിരുന്നതാ, പക്ഷെ അത് വേണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നീ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് പുതിയ സ്റ്റാഫിനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല ആസിഫെ എന്ന് ആസിഫിനോട് പറയണേ കേട്ടോ. ശരി മേഡം എന്ന് ആസിഫ് പറയാ. എടാ അമ്മ പറയുന്ന കേട്ട് നീ നോക്കാതൊന്നും ഇരിക്കണ്ട. പുതിയ സ്റ്റാഫിനെ എന്തായാലും വേണം. സ്റ്റാഫിനെ കിട്ടുന്നത് വരെ ഞാനിവിടെ ഇരിക്കാം. അതിനുശേഷമേ എനിക്ക് ഇച്ചിരി കൂടി പരിപാടികളുണ്ട്. എന്ത് പരിപാടി? ഊരു ചുറ്റി നടക്കലല്ലേ നിന്റെ പരിപാടി. അത് തൽക്കാലം ഞാൻ ഇനി അനുവദിച്ച് തരാൻ ഉദ്ദേശിച്ചിട്ടില്ല നിവിനെ എന്ന് രാജേശ്വരി പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. നിന്റെ അമ്മയെ അന്ത്യശാസനം മുഴക്കി. ഇനിയിപ്പം നിനക്ക് ഇവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ ഒരു പറ്റില്ലടാ എന്ന് ആസിഫ് പറയാ. അയ്യടാ അമ്മ അങ്ങനെ പലതും പറയും എന്ന് കരുതി എന്നെ ഇവിടെ അങ്ങ് തളച്ചിടാനൊന്നും അമ്മയ്ക്ക് പറ്റത്തില്ല എന്ന് പറയണേ. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോവുക. പെട്ടെന്നാണ് നിവിൻ്റെ ഫോണിലേക്ക് വിനീതിൻ്റെ കോള് വരുന്നത്. അല്ല വിനീതാണല്ലോ. ഹലോ വിനീതേ, എന്താടാ? എടാ നീ തിരക്കിലാണോ? തിരക്ക്? ചെറിയ തിരക്കിലൊക്കെ ആയിരുന്നടാ. അമ്മേ എൻ്റെ തലയിൽ കൊണ്ട് ഒരു ജോലി ഇട്ടു. ജോലിയുടെ കാര്യം പറയാനാടാ ഞാനും വിളിച്ചത്. അവിടെ കാവേരിക്ക് പറ്റുന്ന എന്തെങ്കിലും ജോലി ഉണ്ടോടാ നിനക്ക്? കാവേരിക്ക് അവിടെ ഒരു ജോലി മേടിച്ച് നൽകാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ജോലി ഇപ്പം ഉണ്ടല്ലോ, ഇവിടെ നല്ലൊരു ജോലിയുണ്ട്. ആർക്ക് ജോലി വേണമെന്ന് നീ പറഞ്ഞത്? എടാ കാവേരി ഇല്ലേ, അരവിന്ദൻ അമ്മാവിൻ്റെ കാവേരി. കാവേരിക്ക് പറ്റിയൊരു ജോലി ഇവിടെ ഉണ്ട്. റിസപ്ഷനിലാ. അവൾ വരുമോ എന്ന് ചോദിക്കും. ഉറപ്പായിട്ടും. അല്ല ഈ റിസോർട്ടും ഞങ്ങളെയൊക്കെ അവൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഇപ്പോൾ ഒരു ജോലിക്ക് അവൾക്ക് അത്രയേറെ അത്യാവശ്യമുണ്ട്. അവൾ ഒന്നും നോക്കില്ല. നിന്റെ അമ്മ പക്ഷെ സമ്മതിക്കുമോ എന്ന് വിനീത് അപ്പോൾ വീണ്ടും ചോദിക്കാം. അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു. അവൾക്ക് ഇവിടെ വരാൻ സമ്മതമാണെങ്കിൽ അവളോട് നാളെ തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേരെ എന്ന് നിവിന് ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും വിനീതിന് ഒത്തിരി സന്തോഷമാവുക. അപ്പം വിനീത് അപ്പം തന്നെ കാവേരിനെ വിളിക്കുകയാണ്. വിനീതേട്ടൻ്റെ കോൾ വരുമ്പം കാവേരി എടുക്കുക. എന്താ വിനീതേട്ടാ? അതെ, കാവേരിക്ക് പറ്റിയൊരു ജോലി റെഡി ആയിട്ടുണ്ട്. നിനക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോയാൽ മതി കേട്ടോ എന്ന് പറയാം. എന്ത് ജോലിയാണെങ്കിലും ഞാൻ പോകും വിനീതേട്ടാ. എവിടെയാ എന്ന് ചോദിക്കാം. നമ്മുടെ നിവിനില്ലേ, നിവിൻ്റെ റിസോർട്ടിലാ. അവിടെ ഒരു റിസപ്ഷനിസ്റ്റിനെ ആവശ്യമുണ്ടെന്ന് അവൻ പറഞ്ഞത്. റിസപ്ഷനിലാണോ ജോലി എന്ന് ചോദിക്കാം. അതെ, എനിക്ക് പോകുന്നതിന് ഒരു മടിയില്ല വിനീതേട്ടാ. പക്ഷേ നിവിൻ്റെ അമ്മ രാജേശ്വരി മേഡം, പുള്ളിക്കാരിക്ക് എന്നെ ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കാം. രാജേശ്വരി മേഡത്തെ കൊണ്ട് അവൻ സമ്മതിപ്പിച്ചോളാന്നാ പറഞ്ഞിരിക്കുന്നത്. നിന്നോട് രാവിലെ അങ്ങോട്ട് ചെല്ലാനും പറഞ്ഞു. അവിടെ ജോലി കിട്ടുവാണെങ്കിൽ അവരെന്തൊക്കെ ചെയ്താലും അവിടെ എങ്ങനെയെങ്കിലും ഞാൻ പിടിച്ചു നിൽക്കാൻ നോക്കും വിനീതേട്ട. അത്രയ്ക്ക് അത്യാവശ്യമാണ് ഇപ്പോൾ ഒരു ജോലി എന്ന് പറയണേ. അവനങ്ങനെ വെറും വാക്കൊന്നും പറയില്ല. അവൻ്റെ അമ്മയെ കൊണ്ട് അവൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചോളും എന്ന് പറയാം. ഇത് കേൾക്കുമ്പോൾ കാവേരിക്കും ചെറിയൊരു പ്രതീക്ഷ ഉണ്ടാവുകയാണേ. തൽക്കാലം ജോലി ഉറപ്പാക്കിയിട്ട് വീട്ടിൽ പറയാം എന്ന് കാവേരി തീരുമാനിക്കുക. ഇതേസമയം നിവിൻ എങ്ങനെ ഈ കാര്യം ഒന്ന് രാജേശ്വരി അറിയിക്കും എന്ന് ഓർത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പം നിവിൻ്റെ ടെൻഷനൊക്കെ കാണുമ്പം ആസിഫ് ചോദിക്കും, എന്താടാ ഒരു ടെൻഷനൊക്കെ? എന്തോ വയ്യാവേലിയാണല്ലോടാ. ഏയ് അതല്ല, നിങ്ങൾക്കിപ്പോൾ വേണ്ടത് ആരെയാ? ഒരു പുതിയ സ്റ്റാഫിനെ വേണം റിസപ്ഷനിൽ ഇരിക്കാൻ അല്ലേ? അതെ, റിസപ്ഷനിൽ ഒരു പുതിയ സ്റ്റാഫ് വേണം. അതിന് ഞാനൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്. ആരെയാ? കാവേരിയെ. നീ ആരുടെ കാര്യമാണ് പറഞ്ഞത്? എടാ കാവേരി ഇല്ലടാ അന്ന് ഇവിടെ വന്ന് ഡാൻസ് കളിച്ചേ, അതെനിക്ക് മനസ്സിലായി. അവളെ ഇവിടെ ജോലി ചെയ്യാൻ നിന്റെ അമ്മ അനുവദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിവിനെ എന്ന് ആസിഫ് ചോദിക്കുക. അതെന്താ, അമ്മ സമ്മതിക്കുമല്ലോ. അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നടന്നാ മതി. അപ്പം ആസിഫ് മനസ്സിൽ പറയാം, നീ കാണുന്ന ആളൊന്നും അല്ലടാ നിന്റെ അമ്മ രാജേശ്വരി. യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പം നിന്റെ മുന്നിൽ ചിലപ്പം സമ്മതിച്ചാലും അവളെ ഇവിടുന്ന് എങ്ങനെ തുരുത്തണമെന്നൊക്കെ രാജേശ്വരി മേഡം ആദ്യം തന്നെ ഒരു പ്ലാൻ കണ്ടെത്തിയിട്ടേ സമ്മതിക്കൂ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് രാജേശ്വരി അങ്ങോട്ട് വരുന്നത്. അല്ലമ്മേ, ഇവിടെ സ്ഥിരമായിട്ട് റിസപ്ഷനിൽ ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. എനിക്ക് എപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലോ. എൻ്റെ ഫോട്ടോഗ്രാഫിയുടെ ഭാഗമായിട്ടൊക്കെ എനിക്ക് പോകേണ്ടി വരുമല്ലോ. അതുകൊണ്ട് അമ്മയെ സഹായിക്കാൻ ഞാൻ ഒരാളെ ഇവിടെ സ്റ്റാഫായിട്ട് കൊണ്ടുതരാം എന്ന് പറയാം. ആരെയാണാവോ എൻ്റെ മോൻ കണ്ടെത്തിയ ഇത്ര കഴിവുള്ള ആ സ്റ്റാഫ് എന്ന് ചോദിക്കാം. അമ്മേ, മറ്റേ കാവേരി ഇല്ലേ, അവള്. ഏത് കാവേരി?
അതിപ്പം അമ്മയോട് ആ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള എനിക്ക് മനസ്സിലായി. അരവിന്ദേട്ടൻ്റെ മകള് കാവേരിയുടെ കാര്യമാണോ നീ പറയുന്നത്? ആ, അവള് തന്നെ. അമ്മയ്ക്ക് ഇത്ര പെട്ടെന്ന് മനസ്സിലായോ? അവളെ പോലെ ഒരു അഹങ്കാരിയെ അത്ര പെട്ടെന്നൊന്നും ഈ രാജേശ്വരി മറക്കില്ല. അല്ല, അവളെ പിടിച്ചിവിടെ സ്റ്റാഫാക്കാൻ നിനക്ക് എന്നെ ഇത്രയ്ക്കങ്ങ് ഉത്സാഹം? ആ വീട്ടുകാരുമായിട്ട് നിനക്കിപ്പോൾ അല്പം അടുപ്പക്കൂടുതലുണ്ടെന്നൊക്കെ എനിക്കറിയാം. ആവശ്യമില്ലാത്ത ബന്ധങ്ങളൊന്നും സ്ഥാപിച്ചെടുക്കാൻ നീ നോക്കണ്ട. എൻ്റെ അമ്മയെ അതുകൊണ്ടല്ല. അമ്മയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പം അവർക്ക് സാമ്പത്തികമായിട്ട് ആകെ പ്രതിസന്ധിയുള്ള സമയം. അപ്പം അമ്മ അവർക്കൊരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അമ്മ അവളുടെ മുന്നിൽ എന്തുമാത്രം ഉയർന്നു നിൽക്കുക. അമ്മയെ അത്രയേറെ വഴക്ക് പറയുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള അവക്ക് അമ്മ ജോലി കൊടുക്കുന്നു. അപ്പം അമ്മയുടെ വിലയല്ലേ അവിടെ ഉയരുന്നതെന്ന് ചോദിക്കാം. അപ്പം നിവിൻ്റെ പ്ലാനൊക്കെ മനസ്സിലാക്കിയ രാജേശ്വരി മനസ്സിൽ പറയും, എൻ്റെ മോൻ്റെ പ്ലാനൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അമ്മയൊരു പൊട്ടിയാണെന്നൊന്നും നീ കരുതണ്ട. അവളെന്തായാലും ഇവിടെ ജോലി ചെയ്യേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്. എൻ്റെ മുഖത്ത് നോക്കി എന്തൊക്കെ അഹംഭാവ വാക്കുകൾ പറഞ്ഞവളാ, എന്തുമാത്രം അഹങ്കരിച്ചതാ. എൻ്റെ കീഴിൽ ഒരു ജോലിക്കാരിയായിട്ട് അവൾ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് പറയും, അരവിന്ദേട്ടനോടും കുടുംബത്തോടും എനിക്ക് സ്നേഹമേ ഉള്ളൂ. ആ പെണ്ണിൻ്റെ സ്വഭാവം എനിക്കിഷ്ടം ഇല്ലായിരുന്നു എന്നുള്ളത് സത്യമാണ്. എങ്കിലും ഈ അവസ്ഥയിൽ ഒരു സഹായം ചോദിച്ചു വരുമ്പം കൊടുക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. നീ എന്തായാലും അവളോട് നാളെ വന്ന് എന്നെ കാണാൻ പറ എന്നും പറഞ്ഞിട്ട് രാജേശ്വരി അവിടെ നിന്ന് പോവാ. ഇത് കേൾക്കുന്ന ആസിഫ് മനസ്സ് ചിന്തിക്കുകയാണ്, രാജേശ്വരി മേഡം എന്തോ മനസ്സ് കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. മിക്കവാറും കാവേരിനെ ഇവിടെ വന്ന് വറുത്തു കോരാനായിരിക്കും. ഇവരുടെ യഥാർത്ഥ സ്വഭാവം ഈ നിവിനൊട്ട് മനസ്സിലാകുന്നുമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് കേട്ടോ. അപ്പം നിവിനാണ് ഒരുപാട് സന്തോഷമാകുവാണേ. അമ്മ തൻ്റെ വാക്കിന് വില നൽകി കാവേരിക്ക് ഇവിടെ ജോലി നൽകാമെന്ന് സമ്മതിച്ചല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും